എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചമാങ്ങ ഉപയോഗിച്ച് നല്ല ഒരു രസമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പച്ചമാങ്ങ തൊലി ചെത്തി ഇതേപോലെ നുറുക്കി വയ്ക്കുക. നുറുക്കി വെച്ചതിന് ശേഷം അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് എടുക്കണം. പിന്നീട് അതിലേക്കായി ഒരു 10 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലി, 2 വറ്റൽമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു ചെറിയ തുണ്ടം ഇഞ്ചിയും ഇടണം. അതിനുശേഷം നമ്മൾ രസം വയ്ക്കുന്ന പാത്രമെടുത്ത് അതിൽ 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി എടുത്ത് നല്ലതുപോലെ തിരുമ്പി ചേർക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ അതിൽ ഒഴിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്ത മല്ലി, വെളുത്തുള്ളി എന്നിവയും കൂടി അതിലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ തുണ്ടം കായം എന്നിവയും ഇട്ട് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് എന്നിവ ഇട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ച് ഒരു 4 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ രസം ഏതാണ്ട് ആയി. ഇനി അതിലേക്ക് പുളി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പിന്നീട് കുറച്ച് ഒരു പിടി മല്ലിയില നുറുക്കിയതും കൂടി ഇട്ട് മൂടി വയ്ക്കുക. അത് വറവിടുന്നതിനായി ഗ്യാസിൽ ഒരു ഫ്രൈ പാൻ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, അത് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചത്, 2 തണ്ട് കറിവേപ്പില എന്നിവയും ഇട്ട് ഈ രസത്തിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഈ രസം ഉപയോഗിക്കാം. നല്ല സ്വാദിഷ്ടമായ രസമാണിത്.